അസ്സലാമലൈക്കും. സോ നമ്മൾ ഇന്നത്തെ സെയിൽ എങ്ങനെ കഴിഞ്ഞു? ഇന്നത്തെ അനാലിറ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 11K എക്സ്ട്രാ ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 ഷോപ്പ് വിസിറ്റ് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെയാണ്. ഏഹ് പിന്നെ വേറെ സംഭവം എന്താ വെച്ചാല് നമ്മള് ഇപ്പോ ഈ ഒരു ഞാനിപ്പോ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്, വർക്കായ സംഭവമാണ്. നമ്മള് ഇപ്പോ നമ്മള് ഈ സെയിൽസിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് സെയിലുകൾ കണ്ടമാനം, പിന്നെ കണ്ടമാനല്ല, ഒരു പരിധി വരെ ഡെബിറ്റ് സെയിലുകൾ ഉണ്ട്, ക്രെഡിറ്റ് സെയിലുകൾ ഉണ്ട്. അതെന്താ വെച്ചാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ സാധനം വെച്ച് പെട്ടെന്ന് പൈസ കിട്ടാത്ത സംഗതികൾ ഉണ്ടാകണം. അപ്പം ഇത് മെയിൻലി ഒരു പ്രോബ്ലം എന്താ, പിന്നെ നമുക്കത് കിട്ടാത്ത പ്രോബ്ലം പിന്നെ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൈസ കിട്ടുമോ, പിന്നെ അല്ലെങ്കിൽ അത് വിട്ടുപോകണ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് വാട്സപ്പിൽ ഇവരെ നമ്മൾ ലേബൽ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അവര് പിന്നെ ഏതാണ്ട് അവരെ ലേബൽ ചെയ്ത് വെക്കുക, കസ്റ്റമർ പെൻഡിങ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ക്വിക്ക് റിപ്ലൈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച്, ഇന്ന് പേയ്മെന്റ് ആക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വിക്ക് റിപ്ലൈ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇവര് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞ് ഒരു ഒന്നല്ലെങ്കിൽ ഡേ എൻഡിൽ, അതായത് ഈവനിങ് ആയിട്ട്, മോർണിംഗിൽ നമ്മൾ വെച്ച് പോന്നാൽ ഈവനിങ്ങിൽ നമ്മൾ ഈ മെസ്സേജ് ഫുൾ ഈ ഒരു പ്രൊഫൈലിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ ഇവര് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവർ അയച്ചു തരും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പെൻഡിങ് പേയ്മെന്റ് വരാൻ കാരണം എന്താ, പെൻഡിങ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇവരോട് ചോദിക്കാൻ്റെ, കാരണം ഇവര് വേറെ തിരക്കിലും കാര്യങ്ങളൊക്കെ, കച്ചവടക്കാർ വേറെ തിരക്കിലും ഇതൊക്കെ ആയതുകൊണ്ട് അവർക്ക് നമ്മളെ പേയ്മെന്റോ അല്ലെങ്കിൽ SLAസിന്റെ പേയ്മെന്റോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. തിരക്ക്, ഈ കച്ചവടത്തിന്റെ തിരക്കില് അവരത് വിട്ടുപോകുന്നതാണ്. അപ്പൊ നമ്മള് അത് നിരന്തരം ചോദിച്ചു കഴിഞ്ഞാല് അവര് പിന്നെ സിമ്പിൾ പരിപാടിയാണ് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അപ്പം നിരന്തരം ചോദിച്ചു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും, അത് ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വിട്ടുതരുന്നു. അതാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കുന്ന സാധനം. ചോദിക്കാനുള്ള പല സംഗതികളും അവര് മറക്കുമെന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലായത്. അതുപോലെ തന്നെ ഇന്നത്തെ സെയില് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ സീസൺ ആണ്. അതായത് അടുത്ത ആഴ്ച റമദാനാണ്. അപ്പം അതിന്റെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ കാരണം. അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഇന്നത്തെ ഫൈൻഡിങ്സും ഇതൊക്കെ എത്ര ഉള്ളൂ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സീസൺ സെയിലിന് ഒരിക്കലും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ നമ്മളൊരു ഓഫർ വെച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പോ ഓക്കെ, അസ്സലാമു അലൈക്കും.